നമസ്കാരം. നമ്മുടെ ജെൻസി ക്ലബിംഗ്, ഭജൻ ക്ലബിംഗ് എന്നുള്ള വാക്കിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന കാരണം 2026 ആദ്യത്തെ മൻ കി ബാത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഒരു ട്രെൻഡായി വളർന്നുകൊണ്ടിരിക്കുന്ന, ഒരു വികാരമായി തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഭജൻ ക്ലബിംഗ് എന്ന പ്രതിഭാസത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പരാമർശിക്കുകയും അതിനെ അനുബന്ധിച്ച് ഏറെ നേരം സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഈ ഭജൻ ക്ലബിംഗ് എന്ന് ചോദിച്ചാൽ വളരെ സരളമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നന്ദഗോവിന്ദം ഭജൻസ് കേരളത്തിൽ എന്താണോ ചെയ്യുന്നത് അത് നോർത്ത് ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ കാലാകാലങ്ങളായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഭജൻസ്, കീർത്തനങ്ങൾ, കഥാ സദസ്സുകൾ, അങ്ങനെ ഹരികഥാ സദസ്സുകൾ എന്നൊക്കെ നമ്മുടെ മുൻ തലമുറ പറഞ്ഞെങ്കിലും നമ്മൾ കേട്ടിട്ടില്ലേ? അത്തരത്തിലുള്ള കഥാസദസ്സുകളൊക്കെ അവതരിപ്പിക്കുകയും അതൊരു ആധുനികതയും ആത്മീയതയും കൂടിക്കലർത്തി അതിൻ്റെ മനോഹരമായൊരു സങ്കലനമായി അവതരിപ്പിച്ച് അതൊരു ട്രെൻഡായി വളർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ് വടക്കേ ഇന്ത്യക്കാർ. നമ്മുടെ കേരളത്തിലും അതിൻ്റെ അലയടികൾ ഉയരുന്നുണ്ട്. നന്ദഗോവിന്ദം ഭജൻസ് ഉയർത്തിയൊരു സാംസ്കാരിക വിപ്ലവം ഇന്ന് പടർന്നു പിടിക്കുകയാണ് കേരളക്കരയാകെ. അതുപോലെ തന്നെയാണ് വടക്കേ ഇന്ത്യയിലും ഭാരതമൊട്ടാകെയും. അപ്പോൾ എന്താണ് പ്രധാനമന്ത്രി ഈ ഒരു വിഷയത്തെ പ്രത്യേകം എടുത്ത് പരാമർശിക്കുവാൻ കാരണം? അതും 2026 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മൻ കി ബാത്ത് പരിപാടിയിൽ അദ്ദേഹം എന്തുകൊണ്ട് ഇതിനെ എടുത്ത് പരാമർശിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഭാരതീയ സംസ്കൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഭാരതീയ സംസ്കൃതിയെ ലോകത്തിൻ്റെ മുമ്പിൽ, ഭാരതീയ സംസ്കൃതിയെ, അതിൻ്റെ പൗരാണികത, അതിൻ്റെ മഹത്വം എല്ലാം ഉൾക്കൊണ്ട് തന്നെ അതെങ്ങനെ ആധുനിക ലോകത്തിനൊരു പാഠമാകും അല്ലെങ്കിൽ വഴികാട്ടിയാകും എന്ന രീതിയിൽ അവതരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നരേന്ദ്രമോദി സർക്കാർ എക്കാലത്ത് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് 2014 ആദ്യമായി നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയത് മുതൽ പിന്നങ്ങോട്ട് തുടർച്ചയായ ശ്രമങ്ങൾ, അതും ശക്തമായ ശ്രമങ്ങൾ തന്നെ ഇക്കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഭാരത സംസ്കാരത്തിൻ്റെ ഒരു പ്രാധാന്യം ആധുനിക ലോകത്ത് മാത്രമല്ല, ഭാരതത്തെ ഒരു രാഷ്ട്രമെന്നുള്ള രീതിയിൽ, ഒരു ദേശമെന്നുള്ള രീതിയിൽ, ഒരു സംസ്കൃതി എന്നുള്ള രീതിയിൽ, ഒരു സമൂഹം എന്ന രീതിയിൽ നമ്മുടെ പൗരാണികമായ സംസ്കാരത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് വ്യക്തമായി അറിയാം. പക്ഷേ സാധാരണ ജനങ്ങളായ എനിക്കും നിങ്ങൾക്കുമൊക്കെ അതറിയാമോ എന്നുള്ള കാര്യത്തിൽ ഒരല്പം സംശയം ഇന്നും നിലനിൽക്കുന്നു. കാരണം ഈ ഒരു സംസ്കൃതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമറ്റിക് മതങ്ങളുടെ ഒരു ആക്രമണത്തിൽ നശിച്ചു പോകാത്ത ലോകത്തിലെ ഏക പൗരാണിക സംസ്കാരം, അതായത് ഇന്നും സെമറ്റിക് മതങ്ങളുടെ ശക്തമായ ആക്രമണങ്ങളെ അതിജീവിച്ച് ലോകത്ത് തലയുയർത്തി നിലനിൽക്കുന്ന ഒരേ ഒരു സംസ്കാരം, പൗരാണികമായ സംസ്കാരത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം സെമറ്റിക് മതങ്ങൾ ഏറ്റവും കൂടിയാൽ ഒരു 2500 വർഷത്തെ പഴക്കമായിരിക്കും ഏറ്റവും പഴയ സെമറ്റിക് മതത്തിലുള്ളത്. പക്ഷേ 10,000 വർഷങ്ങളുടെ പഴക്കമുള്ളൊരു സംസ്കൃതി, 10,000 വർഷങ്ങൾക്ക് മേൽ, 10,000 വർഷങ്ങൾ അറിയാവുന്ന കണക്കുകൾ വെച്ചിട്ട് ഇന്ന് നാം ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയ കാലഗണന അല്ലെങ്കിൽ ഒരു കാലഘടന വെച്ച് അറിയാവുന്ന ഒരു വർഷക്കണക്കാണ് പറയുന്നത്. 10,000 വർഷങ്ങളുടെ എങ്കിലും ഏറ്റവും ചുരുങ്ങിയ പഴക്കമുള്ള ഒരു സംസ്കൃതി, അതും ഇത്രയും മഹത്തരമായ, ഇത്രയും സങ്കീർണമായ, പല വിഷയങ്ങളെയും പുരാതന കാലം മുതൽ തന്നെ ഗവേഷണങ്ങളായാലും ഗണിതമായാലും ശാസ്ത്രമായാലും കാവ്യശാഖകളായാലും സാഹിത്യമായാലും ഏത് ഒരു ശാഖയാകട്ടെ, മനുഷ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് തരത്തിലുള്ള ശാഖയുമാകട്ടെ, നിത്യജീവിതമാകട്ടെ, വിനോദമാകട്ടെ, വിജ്ഞാനമാകട്ടെ, ഇതിൻ്റെ ഏത് ശാഖകളെ സംബന്ധിച്ചും വളരെ ഗഹനമായ ഗവേഷണങ്ങൾ നടത്തുകയും കണ്ടെത്തലുകൾ നടത്തുകയും തിരിച്ചറിവുകൾ നടത്തുകയും റിസർച്ച് എന്ന വാക്കിന് തപസ്യ അല്ലെങ്കിൽ ഒരു തപസ് ചെയ്യുന്ന രീതിയിലുള്ള പഠനങ്ങൾ നടത്തുകയും ചെയ്ത ഒരു സംസ്കാരം ഇന്നും സെമറ്റിക് മതങ്ങളുടെ ആക്രമണങ്ങളെ അതിജീവിച്ച് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഭാരതീയ സംസ്കൃതിയുടെ പ്രാധാന്യവും മഹത്വവും. അപ്പോൾ ഈ സെമറ്റിക് മതങ്ങളുടെ ആക്രമണത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അതിനെല്ലാം ഒരു ഒരേപോലുള്ള സമാനമായിട്ടുള്ള ഒരു ഘടനയുണ്ട്, ഒരു രീതികളുണ്ട്. കാരണം ഒരു പുരാതനമായ ഒരു സംസ്കാരത്തെ, ഇപ്പോൾ ബാബിലോൺ സംസ്കാരമാകട്ടെ, ഈജിപ്ഷ്യൻ സംസ്കാരമാകട്ടെ, ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ തന്നെ മറ്റേത് പുരാതന സംസ്കൃതിയുമാകട്ടെ, ചൈനീസ് സംസ്കൃതിയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചൈനീസ് സംസ്കൃതിയെ ഭാരതീയ സംസ്കൃതിയുമായിട്ട് കൂട്ടിയോജിപ്പിക്കാത്തത്. അപ്പോൾ
ഈ മറ്റ് സംസ്കൃതികളുടെ ഈജിപ്ഷ്യയിലെ സംസ്കൃതിയാവട്ടെ, ബാബിലോണിയൻ സംസ്കൃതിയാവട്ടെ, ഈ സംസ്കൃതികളെല്ലാം സെമിറ്റിക് മതങ്ങൾ ആക്രമിച്ചപ്പോൾ ആദ്യം ചെയ്തത് അതിൻ്റേതായിട്ടുള്ള എല്ലാ ചിഹ്നങ്ങളും ഓർമ്മക്കുറിപ്പുകൾ എന്ന് തന്നെ പറയാം, ഒരു എല്ലാ അടയാളങ്ങളും നശിപ്പിച്ച് ആ സംസ്കാരത്തിൽ ജീവിച്ചിരുന്ന ജനതയെ ഒന്നാകെ മതപരിവർത്തനം നടത്തുകയും അതിന് വിസമ്മതിച്ചവരെ വധിക്കുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്ത് ആ ഭൂഖണ്ഡങ്ങളിൽ അല്ലെങ്കിൽ ആ ഭൂപ്രദേശങ്ങളിൽ പുതിയ സെമിറ്റിക് മതത്തിൻ്റെ ഒരു സംസ്കാരം സ്ഥാപിക്കുകയും ആ സംസ്കാരത്തിൽ ആണ് തങ്ങൾ ജീവിക്കേണ്ടത് എന്നുള്ളൊരു അടിമത്വ ബോധം ആ ജനതയിൽ ഊട്ടിയുറപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സെമിറ്റിക് മതങ്ങളുടെ ആ സംസ്കാരങ്ങളെ നശിപ്പിക്കുന്ന ശ്രമങ്ങളിലുണ്ടായ വിജയത്തിൻ്റെ പ്രധാന കാരണം. അതിൻ്റെ ഒരു പരിണാമമായി ഇത്തരത്തിൽ മതപരിവർത്തനം ചെയ്യപ്പെട്ട, മനസ്സും മതവും പരിവർത്തനം ചെയ്യപ്പെട്ട ജനതയിൽ ഉണ്ടായൊരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഒരു അധമബോധമാണ്. കാരണം നമ്മുടെ പുരാതനമായിട്ടുള്ള സംസ്കാരം നാം കൈവിട്ടു, ഭയത്താൽ അല്ലെങ്കിൽ പ്രലോഭനങ്ങളിൽ വഴങ്ങി. വാളിനെ ഭയന്നോ അല്ലെങ്കിൽ സമ്പത്തിനെയോ ഭക്ഷണത്തിനെയോ ഒക്കെ ആഗ്രഹിച്ചോ നാം നമ്മുടെ പുരാതനമായൊരു സംസ്കാരത്തെ കൈവിട്ടു എന്നുള്ളൊരു അധമബോധം ആ ജനതയുടെ ഉള്ളിൽ വളരുകയും അതൊരമർഷമായി മാറുകയും അതുകൊണ്ട് തന്നെ മറ്റ് പുരാതന സംസ്കാരങ്ങളെ ആക്രമിക്കുവാനായി സെമിറ്റിക് മതങ്ങൾ നീങ്ങിയപ്പോൾ ആ ആക്രമണത്തിൻ്റെ ഏറ്റവും മൂർച്ചയുള്ള ആയുധങ്ങളായി ഇത്തരത്തിൽ മതപരിവർത്തനം ചെയ്ത മറ്റൊരു സംസ്കാരം, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈജിപ്തിലെ ഒരു സംസ്കൃതി നശിപ്പിച്ച് അവിടുത്തെ ജനങ്ങളെ മതപരിവർത്തനം ചെയ്ത് അടുത്ത സംസ്കൃതിയെ ആക്രമിക്കുവാനായി നീങ്ങുമ്പോൾ, ഇപ്പോൾ സുമേറിയൻ സംസ്കൃതിയെ അല്ലെങ്കിൽ സുമേറിയൻ സംസ്കൃതിയുടെ എന്തെങ്കിലും ഒരു അവശിഷ്ടത്തെ ആക്രമിക്കുവാനായി സെമിറ്റിക് മതങ്ങൾ നീങ്ങുമ്പോൾ ആ ആക്രമണത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നത് ഈജിപ്തിൽ മതപരിവർത്തനം ചെയ്യപ്പെട്ട ആളുകളായിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ അധമബോധവും അടിമത്വ ബോധവും. ഇനി ഭാരതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭാരതം വൈദേശികരുടെ ആക്രമണത്തിന് 1000 വർഷങ്ങളോളം വിധേയമായിട്ടുണ്ട്. ഇത്തരത്തിൽ പല ജനവിഭാഗങ്ങളും കൂട്ടമായി തന്നെ മതപരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ മതവിഭാഗങ്ങളുടെ കാര്യമൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, അല്ലെങ്കിൽ ഒന്ന് ഓർത്തു നോക്കൂ, ഒന്ന് പിന്തിരിഞ്ഞു നോക്കൂ. അവരിലും ഈ ഒരു മനോഭാവം കാണാം. കാരണം നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കൃതി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഏതൊരു സംസ്കൃതിയോടൊപ്പം വയ്ക്കാവുന്നതോ അല്ലെങ്കിൽ അതിനേക്കാൾ മഹത്തരമായ ഒരു സംസ്കൃതിയാണ്. അത്തരമൊരു സംസ്കൃതിയെ നാം വാളിന് ഭയന്ന് ആ സംസ്കൃതിയെ കൈവിടുകയും മറ്റൊരു സംസ്കൃതിയെ നാം ഏറ്റെടുക്കുകയും അല്ലെങ്കിൽ മറ്റൊരു മതത്തെ, സംസ്കൃതി എന്ന് പറയാൻ പറ്റില്ല, സെമിറ്റിക് മതങ്ങളിൽ ഈ ഒരു പുരാതനമായൊരു സംസ്കൃതിയോ അല്ലെങ്കിൽ ഒരു സംസ്കാരമോ ഉണ്ടാകുവാനുള്ള സാധ്യതകളില്ല എന്ന് തന്നെ, സാധ്യതകളെന്നല്ല ഇല്ല എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വയ്ക്കാം. പരിശോധിച്ച് നോക്കിയാൽ മതി വിശദമായി. അപ്പോൾ ആ ഒരു സംസ്കൃതിയെ അല്ലെങ്കിൽ കൈവിട്ട്, നമ്മുടെ പുരാതനമായ സംസ്കൃതിയെ കൈവിട്ടിട്ട് ഇത്തരത്തിലൊരു മതത്തെ സ്വീകരിച്ചതിൻ്റെ അധമബോധത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ് ഇപ്പോഴും വൈദേശികരായ ബാർബർ എന്നേ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ നാവിൽ വരികയുള്ളൂ, ക്ഷമിക്കുക. ബാബറേയും, വൈദേശിക ആക്രമണകാരിയായ ബാബറേയും കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ടിപ്പു സുൽത്താനെയും ഒക്കെ ആരാധിക്കുന്ന ഒരു തലമുറ ഇന്ന് ഇവിടെയുള്ളത് ഈ ഒരു അധമബോധത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ്. മുൻതലമുറകൾ അവരുടെ ഈ മതപരിവർത്തനം, മനസ്സും മതവും പരിവർത്തനം ചെയ്യപ്പെട്ടു പോയ തലമുറകളുടെ അധമബോധത്തിൻ്റെ പിന്തുടർച്ചയാണ് ഇന്നും ഇവിടെ കാണുന്നത്. കാരണം അതുകൊണ്ട് തന്നെയാണ് ആ മതത്തിൻ്റെ ഭാഗമായൊരു രാഷ്ട്രം ഭാരതത്തിൽ നിന്ന് വെട്ടിമാറ്റി സൃഷ്ടിക്കപ്പെട്ടപ്പോൾ കേരളത്തിൽ പത്തണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്നുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നത്. കിട്ടണം പാകിസ്ഥാൻ, ഇല്ലെങ്കിൽ ഖബറിസ്ഥാൻ എന്നുള്ള മുദ്രാവാക്യങ്ങൾ കേരളത്തിൽ ഉയർന്നതും ഇത്തരത്തിലുള്ള അധമബോധത്തിൻ്റെയും അടിമത്വബോധത്തിൻ്റെയും ഒരു പരിണാമം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ ആക്രമണങ്ങളോടെല്ലാം പൊരുതി തലയുയർത്തി നിൽക്കുന്ന ഭാരത സംസ്കൃതിയെ നശിപ്പിക്കുവാനായി സെമിറ്റിക് മതങ്ങൾ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വാള് താഴെ വെച്ചിട്ട് സംസ്കാര അധിനിവേശം എന്നുള്ളൊരു രീതി സ്വീകരിച്ചു. അതിനവർ ഏറ്റവും ശക്തമായ കൂട്ടാളികളായി കൂട്ടുപിടിച്ചത് ദൗർഭാഗ്യവശാൽ കമ്മ്യൂണിസ്റ്റുകാരെയാണ്. ആ കമ്മ്യൂണിസ്റ്റുകാരെ ഇന്ദിരാഗാന്ധിയുടെ ഭരണകൂടങ്ങൾ ഉൾപ്പെടെ ഈ ബൗദ്ധികമായിട്ടുള്ള ഒരു അധിനിവേശം സംസ്കാരത്തിൻ്റെ മുകളിൽ നടത്താം എന്നുള്ള, ഭാരതീയ സംസ്കാരത്തിൻ്റെ മുകളിൽ നടത്താം, RSSനെ തടയാൻ തുടങ്ങിയ വിവിധ ഉദ്ദേശങ്ങളോടെ കമ്മ്യൂണിസ്റ്റുകാർക്കൊരു അവരെ അങ്ങ് ഈ സാംസ്കാരിക തലങ്ങളിലേക്കും ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുമൊക്കെ അഴിച്ചു വിട്ടതിൻ്റെ ഭാഗമായി ഒരു ഭാരതത്തിൻ്റെ ചരിത്രത്തിൻ്റെ തന്നെ ഒരു അപനിർമ്മിതി കമ്മ്യൂണിസ്റ്റുകാർ
വളരെ ശക്തമായും വളരെ സക്രിയമായി എന്നുള്ളത് ഞാൻ അവരുടെ ലക്ഷ്യത്തെ സംബന്ധിച്ച് പറയുന്നതാണ്. നമ്മളെ സംബന്ധിച്ച് അതൊരു ദുഷ്കർമ്മമായിരുന്നു. അതിൽ ആ രീതിയിൽ അവരത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഈ സെമിറ്റിക് മതങ്ങളായിരുന്നു. ഈ സെമിറ്റിക് മതങ്ങളുമായി കൂട്ടുചേർന്ന് അവരുടെ സമ്പത്തിനെയും അവർ നൽകുന്ന സമ്പത്തിനെയും സൗകര്യങ്ങളെയും ഒക്കെ മോഹിച്ച് ഇത്തരത്തിൽ ചരിത്രത്തിൻ്റെ അപനിർമ്മിതി നടത്തിയ ചരിത്രകാരന്മാർ ഭാരതത്തോട് ചെയ്ത ദ്രോഹങ്ങൾ ചില്ലറയല്ല. അതിൻ്റെ ഏറ്റവും വലിയ പരിണാമം, ഇത്തരത്തിലുള്ള അപനിർമ്മിതിയുടെ ഏറ്റവും വലിയ പരിണാമം ഹിന്ദു എന്നുള്ളൊരു അസ്തിത്വത്തിൽ അപമാനിതനാകുവാൻ ഭാരതീയ സമൂഹത്തിലെ ഹിന്ദുക്കളെ അവർ പഠിപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. എന്നെയും, ഞാനിത് മുൻപും പറഞ്ഞിട്ടുള്ളതാണ്, എന്നെയും നിങ്ങളെയും നമ്മുടെ മുൻ തലമുറകളെയും അവർ പഠിപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു അപമാനകരമായിട്ടുള്ളൊരു വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച ഒരു സമൂഹം വീണ്ടും എഴുന്നേൽക്കുന്നതിൻ്റെ തെളിവുകളിലൊന്നാണ് ഇത്തരത്തിലുള്ള ഭജൻ ക്ലബിങ്ങും ഈ നന്ദഗോവിന്ദം ഭജൻസിന് ഉണ്ടാകുന്ന ആരാധക വൃന്ദങ്ങളും ഒക്കെ എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഭാരതത്തിന് എങ്ങനെ ഉണ്ടാകും, ഒരു രാഷ്ട്രമെന്നുള്ള നിലയിലും സമൂഹമെന്നുള്ള നിലയിലും ഭാരതത്തിന് എങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രി തികഞ്ഞ ബോധവാനാണ്. തികഞ്ഞ ബോധ്യം അദ്ദേഹത്തിന് അതേ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനെ പ്രകീർത്തിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് അത്ഭുതകരമായൊരു കാര്യമല്ല, തികച്ചും സ്വാഭാവികമായൊരു കാര്യം തന്നെയാണ്. ആ ഒരു വാർത്ത കേട്ടപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൻ കി ബാത്ത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം ജെൻസി ഉണർന്നെഴുന്നേൽക്കുകയാണ്, അഭിമാനത്തോടെ അവർ പറയുകയാണ് ഞാൻ ഹിന്ദുവാണെന്ന്. നമസ്കാരം.